ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. കുറെ നാളായില്ലേ നിങ്ങൾ എന്റെ സൗണ്ട് കേട്ടിട്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്റേതായതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. എന്താ എന്റെ വീഡിയോ എന്ന് വെച്ചാല്, ഈ വരുന്ന ഏപ്രിൽ 13 എന്റെ ബർത്ത്ഡേ ആണ്. അതുകൊണ്ട് ഒരു ഡ്രസ്സ് എടുക്കാൻ വിചാരിച്ച് ഞാൻ ടൗൺ വരെ പോയതാണ്. അപ്പൊ നമ്മളുടെ ടൗൺ ഏതാ? വടകര. ആദ്യം നമ്മൾ പോയത് ലിങ്ക് റോഡിലുള്ള ഒരു ഷോപ്പിലാണ്. പേരൊന്നും എനക്ക് അറിഞ്ഞൂടാ, എന്നാലും പോയി. ആടെ ഒരുപാട് ഡ്രസ് ഉണ്ട്, പക്ഷേ എന്റെ ഇഷ്ടത്തിനുള്ള ഒന്നും ഇല്ലേനോടാ. ഡ്രസ് എടുക്കാനാ പോയെങ്കിലും കവാ സ്റ്റിക്കർ കണ്ടപ്പോ എന്നോട് എല്ലാം മറന്നുപോയി. പിടിച്ച പിടിയിൽ അച്ഛനെ കൊണ്ട് ഞാൻ ഒരു കവാ സ്റ്റിക്കർ വാങ്ങിപ്പിച്ച്. അതും കഴിഞ്ഞ് അതിന്റെ അപ്പുറത്തുള്ള ഒരു ഷോപ്പിലാണ് നമ്മൾ പോയത്. ആടെ ഒരു കുറെ ഡ്രസ് ഉണ്ടേനു, പക്ഷേ വില കൊണ്ട് അമ്മ പറഞ്ഞ് ഇത് നമുക്ക് പറ്റൂല സാൻവി. അമ്മ പറഞ്ഞാലും കാര്യമുണ്ട്, ഇത്രയും പൈസ എടുത്ത് വാങ്ങുന്ന സാധനം ഞാൻ പിന്നെ ഇട്ടിക്കില്ലല്ലോ. എന്റെ സ്വഭാവം എന്നെക്കാട്ടും നല്ലോണം എന്റെ അമ്മക്ക് അറിയാലോ. പിന്നെ നമ്മള് പോയത് നമ്മളെ സ്വന്തം മാക്സിലാണ്. പക്ഷെ അവിടെ പോയാ എപ്പ പോയാലും എനിക്ക് ഒരേ ഒരു ക്വസ്റ്റ്യൻ മാത്രമേ അമ്മയോട് ചോദിക്കണ്ടാവും. ഇംഗ്ലീഷിലെ മാത്സും മലയാളത്തിലെ മാർക്സും. ഈ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയോ? എന്റെ സംശയം അല്ലാതെ നിൽക്കട്ടെ, എന്റെ ഇഷ്ടത്തിനുള്ള ഒരു ഡ്രസ്സായിരുന്നു കിട്ടിക്ക്. വില കുറവിനായതുകൊണ്ട് അമ്മക്ക് അച്ഛൻ നല്ല ആശ്വാസം ഉണ്ട്. പിറന്നാളിന്റെ എന്തോ സാധനം വാങ്ങാൻ വേണ്ടി ഞാളൊരു ഷോപ്പ് കയറിയേ. ആടെ ഒരു കുറെ സിൽക്ക് അങ്ങനത്തെ കുറെ മുട്ടായിസ് ഉണ്ടായിരുന്നു. എന്റെ അമ്മ ആയതുകൊണ്ട് 10 രൂപേന്റെ ഒരു സ്നിക്കേഴ്സ് മാത്രം വാങ്ങി തന്നേക്ക്. പിന്നെ വടകര പോയി കഴിഞ്ഞാൽ പിന്നെ ബണ്ണീസ് ഇട്ടിട്ടുള്ള ഒരു കളിയുമില്ലേ. പിന്നെ അമ്മ വാങ്ങിയ ഒരു ഷവർമ്മ കൂടുതൽ ഞാനാണ് തിന്നുക. പിന്നെ ഞങ്ങള് മൂന്നാളും കുറെ ഷെയറെല്ലാം ഇട്ട് തിന്നു. എന്റെ ഫലൂദ് അമ്മ അടിച്ചു മാറ്റാൻ നോക്കിയേക്ക്, ഞാൻ പക്ഷെ കൊടുത്തിക്കില്ലേ. ഇനി ബണ്ണീസ് ഭക്ഷണവും കഴിച്ച് ഞങ്ങളിനി നേരെ വീട്ടിലേക്ക്. അയ്യോ, വീട്ടിൽ പോകുന്നതിന് മുമ്പേ എന്റെ മുട്ടായി കടയിലുള്ള സാധനങ്ങൾ വാങ്ങിക്കില്ലാലോ. എന്നാ നമുക്ക് അങ്ങോട്ട് പോവാം. അങ്ങനെ അമ്മയും അച്ഛനും വാങ്ങുന്ന ആ പീടികയിൽ അങ്ങനെ എത്തി. അവിടെന്ന് വെച്ചാലോ, എന്റെ കണ്ണു പൊട്ടിപ്പോന്ന കൊറേ സാധനമുണ്ട്. ജെല്ലി, ഓക്കെ, കൊറേ സാധനമുണ്ട്. ക്യാഷ് ഇറക്കുന്ന അച്ഛനായതുകൊണ്ട് നോക്കി നിൽക്കാനല്ലാണ്ട് വേറൊരു നിവർത്തിയുമില്ല. അങ്ങനെ മുട്ടായി പീടികക്കുള്ള സാധനം വാങ്ങി ഞങ്ങള് നേരെ ഞങ്ങളെ മാക്കുൽ വീട്ടിലേക്ക്. ഞങ്ങളുടെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ അവര് സബ്സ്ക്രൈബ്, കമന്റ്, ലൈക്ക് എല്ലാം ചെയ്യാൻ മറക്കറേ. അപ്പൊ ബൈ. ബൈ പറഞ്ഞു കൊടുക്കേ. Bye.